അടുത്ത മലക്കണ്ട അടുത്തതായി വടി ഓ സെക്കൻഡിൽ 40 തവണ ഒരേ സ്പീഡിൽ വെടിവെച്ചുകൊണ്ടാണ് മുത്തൂബ് മിക്കവാറും വടക്കൻ സമ്പ്രദായത്തിൽ എല്ലാ കളരികളിലും ഈ ഒരു ഇനം പരിശീലിപ്പിച്ചു പോയിരുന്നു. കൂടാതെ ആന്ധ്ര, ഒറീസ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ അഭ്യാസ സമ്പ്രദായങ്ങളിലും വാളും പരിചയം പിടിച്ച ശത്രുവിനെ കുന്തം കൊണ്ട് നേരിടുന്ന ഒരു രീതി Thank you.
Thank you. അങ്കത്തട്ടിന് പുളകം കൊള്ളിക്കാൻ യൗവനത്തിന്റെ പ്രിയതാരം ടൊവിനോ തോമസ് അങ്കത്തട്ട വേദിയിൽ പുത്തനടവുമായി ചുവടുവയ്ക്കുന്നു. പ്രിയതാരം ടൊവിനോ തോമസിന് പൊന്നത്തങ്കത്തിന്റെ ആദരമർപ്പിക്കാൻ വേണ്ടി കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി സനിലിനെ ക്ഷണിക്കുകയാണ്. പൊന്നത്തെ അങ്കത്തട്ടിനെ പൂകളം കൊള്ളിച്ചുകൊണ്ട് പ്രിയതാരം ടൊവിനോ തോമസ്
എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ. ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ ആയിരുന്നല്ലോ. ഞാൻ തല്ലുമാല കഴിഞ്ഞു, അത് കഴിഞ്ഞ് നേരെ നീല വെളിച്ചം ഇതെല്ലാം ഷൂട്ട് ചെയ്തത് ഈ പരിസരങ്ങളിലൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കുറച്ചപ്പുറത്ത് കാസർഗോഡും കണ്ണൂരിൻ്റെ ബോർഡറിലൊക്കെ ആയിട്ടാണ് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അജയൻ്റെ 2ാം മോഷണം എന്ന സിനിമ ചെയ്യുന്നത്. ഇതിനകത്ത് കളരിപ്പയറ്റിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ഞാൻ ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞൊരു ഓഗസ്റ്റ് മുതൽ കളരി ചെറുതായിട്ട് അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇത്രയും വലിയ ഒരു കൾച്ചറൽ ഫെസ്റ്റ് എന്ന് പറയാവുന്ന ഈ പൊന്നിയത്തങ്കം നടക്കുന്ന വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ എല്ലാവരോടും പ്രത്യേകിച്ച് ഷംസീനയോടും നന്ദി പറയുകയാണ്. ഇവിടെ വരാൻ സാധിച്ചാലും ഇവരുടെ എല്ലാം ഈ കളരി പ്രകടനങ്ങൾ കാണാൻ സാധിച്ചാലും വളരെ സന്തോഷം. ഈ ചൈനക്കാർക്ക് കുങ്ഫു എങ്ങനെയാണോ ജപ്പാൻകാർക്ക് കരാട്ടെ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം നമുക്ക് കളരി. ഞാൻ കളരി പഠിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ മക്കൾക്കും അതുപോലെ വരും തലമുറകൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ട, നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയാൻ പാടില്ലാത്ത നമ്മുടെ നാടിൻ്റെ എന്നുള്ളതല്ല, എല്ലാ മാർഷൽ ആർട്സിൻ്റെയും മദർ എന്ന് വിളിക്കപ്പെടുന്നത് കളരിപ്പയറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും കൈവിട്ട് കളയാൻ പാടില്ലാത്ത നമ്മളുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ട ഒരു അഭ്യാസമുറ അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്ട് ആണ് ഇത് എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഒന്നും കൂടെ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചാലും കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കാൻ സാധിച്ചാലും ഉള്ള ഒരു സന്തോഷം ഞാൻ എല്ലാവരും അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഇനിയും വരാം, വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നന്മ മാത്രം വരട്ടെ, സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. ഒരുപാട് സ്നേഹം.